ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് SFI. ആരിഫ് മുഹമ്മദ് ഖാന്റെ RSS നയം ആവർത്തിക്കുകയാണ് പുതിയ ഗവർണർ എന്ന് SFI. കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധ ബാനർ കെട്ടി. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർക്ക് നേരെ ഗാന്ധിയുടെയും അംബേദ്കറുടെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. രാജ്ഭവനിൽ RSS നേതാക്കളുടെ ചിത്രം വെച്ചതിലും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമം നടത്തുന്നു എന്നും ആരോപിച്ചായിരുന്നു SFI പ്രതിഷേധം. RSSന്റെ അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നടപ്പിലാക്കുക എന്നതാണ് RSSന്റെയും അർലേക്കറിലെയും അജണ്ട. ഇതേ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ജന്മഭൂമിയുടെ എഡിറ്ററെ അയാൾ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. എന്താ അയാളുടെ സെനറ്റിലേക്ക് വരാനുള്ള യോഗ്യത? SFIക്ക് 6 സെനറ്റ് മെമ്പർമാർ ഇവിടെയുണ്ട്. അവരാരും ഇങ്ങനെ ഗവർണർ സഹായിച്ച് ഓടിപൊളിച്ച് യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറിയതുപോലെ കയറിയിരിക്കുന്നവരല്ല. കേരളത്തിലെ ജനത പൂർണ്ണമായി തമസ്കരിച്ച ഒരു രാഷ്ട്രീയത്തെ, ആ രാഷ്ട്രീയത്തെ പിൻപറ്റുന്നവരെ കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക്, കേരളത്തിലെ വിവിധ സർവകലാശാല സെനറ്റിലേക്ക് കുത്തിക്കയറ്റാൻ RSSന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് RSS ഗവർണറുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുകയാണ്. അതിന്റെ പരിണിതഫലമായി കേരളത്തിലെ പല സർവകലാശാലകളിലും RSSകാർ സെനറ്റ് അംഗങ്ങളായി വരികയാണ്. കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിക്ക് സിൻഡിക്കേറ്റ് മെമ്പർമാരുണ്ടാവുകയാണ്.